നല്ല സാമ്പത്തിക ശേഷിയുള്ള വീട്ടിലെ കുട്ടീന്റെ കുറിപ്പാണ് ജ്യോത്സ്യരേത്. എങ്ങനെയെങ്കിലും ഒന്ന് ഒപ്പിച്ചു കൊടുക്കുന്നത്. ഒത്തായി രക്ഷപ്പെട്ടു. ഈ ജാതകങ്ങൾ തമ്മിൽ ചേരില്ല, ചേർക്കാൻ പാടില്ല. ഈ ജാതകത്തിൽ പറയുന്ന ആളെ വിവാഹം ചെയ്താൽ താലികെട്ടി വീട്ടിലെത്തുന്നതിന് മുൻപേ നിങ്ങൾ അപകടത്തിൽപ്പെട്ട് മരണപ്പെടും. അയ്യോ, ഇതിന് പരിഹാരമില്ല ജ്യോത്സ്യരെ. മരണത്തിന് പരിഹാരമോ? ഈ ലോകത്ത് രണ്ട് സത്യം മാത്രമേ ഉള്ളൂ. ഒന്ന് അവനവൻ ചെയ്യുന്ന കർമ്മഫലം, മറ്റൊന്ന് മരണം. ഇതിന് രണ്ടിനും പരിഹാരമില്ല. ഈ ജാതകത്തിൽ പറയുന്ന പെൺകുട്ടിക്ക് കല്യാണ യോഗം കാണുന്നില്ല. അങ്ങനെ അതും പോയല്ലേ? അല്ല, ജ്യോതിഷ മാന്ത്രികനായ അങ്ങെന്താ ഇതുവരെ വിവാഹം ചെയ്യാഞ്ഞത്? ശ്രീമന്ത് വിവാഹേ നിമന്ത്രണം ആഗച്ഛത് സുദിനം സമ്പൂർണ്ണ സത് ഉത്സവ ശതശഃ പുനഃ പുനഃ. ജ്യോതിഷം ശാസ്ത്രമാണ്, കണക്കുമാണ്. കണക്ക് തന്നെ. ആ കണക്കല്ല, ഇത് മാത്തമാറ്റിക്സ്. ഒരു 3 അക്ക സംഖ്യ മനസ്സിൽ വിചാരിക്കും. ആ സംഖ്യനോട് ഒരു 500 ചേർക്കും. ആദ്യത്തെ സംഖ്യന നേർ പകുതിയാക്കിയിട്ട് കുറക്ക്. ആ സംഖ്യനെ 2 കൊണ്ട് ഗുണിക്ക്. ഉത്തരം 500 അല്ലേ? അതെ. ആ 500 ഇവിടെ ഗുരുദക്ഷിണയെ വെച്ചോളൂ. എന്നിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ച് രണ്ടാളും പോയിക്കോളൂ. എടാ, നീ അറിഞ്ഞാ അന്ന് നമ്മള് കുറിപ്പ് നോക്കിയ പെണ്ണില്ലേ കല്യാണ യോഗം ഇല്ലാന്ന് ജ്യോത്സ്യര് പറഞ്ഞേ? അവളെ കല്യാണം ആരാ കഴിക്കുന്നറിയാ പെണ്ണിനെ? നമ്മളോട് കല്യാണ യോഗം ഇല്ലെന്ന് പറഞ്ഞ ജ്യോത്സ്യരില്ലേ, അതേ ജ്യോത്സ്യര് തന്നെ. കൊള്ള ബെടുവ.